ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 31-ാം തിരുവചനം. നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. ദൈവകൃപ നിറഞ്ഞ ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും ദൈവം ഏറ്റെടുക്കുകയാണ്. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരും സ്വർഗം പറഞ്ഞു കൊടുക്കുകയാണ്. നീ അവന് യേശു എന്ന് പേരിടണം. പിന്നെ പറയുന്ന കാര്യങ്ങളെല്ലാം മനുഷ്യന് ഗ്രഹിക്കാൻ സാധിക്കാത്തത് തന്നെയാണ്. തിരുവചനം പറയുന്നു, പിന്നെ മാലാഖ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അതെ, പിന്നെ മറിയം കേട്ടതെല്ലാം അത്ഭുതങ്ങളാണ്. ദൈവകൃപ നിറഞ്ഞ മറിയത്തെ ദൈവം ഇങ്ങനെയാ അനുഗ്രഹിച്ചത്. ദൈവപുത്രന്റെ അമ്മയാകാൻ ദൈവം തിരഞ്ഞെടുത്ത് ഉയർത്തി. ഇന്ന് അമ്മ മാതാവിന്റെ പിറവിത്തിരുനാളിന്റെ 5-ാമത്തെ ദിനത്തിലേക്ക് നാം എത്തുമ്പോൾ ഈ 8 നോമ്പിൽ നാം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്മ മാതാവേ, അമ്മയുടെ മകൻ അമ്മയ്ക്ക് മകൻ മാത്രമല്ല ദൈവവും ആയിരുന്നെങ്കിൽ ഞങ്ങൾക്കും ആ തിരുക്കുമാരനെ നൽകി ഞങ്ങളുടെ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ. അവസാനമില്ലാത്ത ആ രാജ്യത്ത് ഞങ്ങളെയും ചേർത്ത് പിടിക്കണമേ. നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.